സൂത്രവാക്യം സിനിമയുടെ IC യോഗം ഇന്റേണൽ കമ്മിറ്റി യോഗം പൂർത്തിയാക്കിയിട്ടുണ്ട്. വിൻസി അലോഷ്യസും ഷൈൻ ടോം ചാക്കോയും ഒക്കെ അവിടെ എത്തിയിരുന്നു. അവർ ICക്ക് മുൻപാകെ മൊഴി കൊടുത്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അർച്ചന വിനോദ് കൂടി ചേരുന്നുണ്ട്. ശരത്ത്, അർച്ചന, യോഗം അവസാനിച്ചു അല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് അറിയാനാവുന്നത്? യോഗം അല്പസമയം മുൻപാണ് അവസാനിച്ചത്. എന്നാൽ യോഗത്തിലെ പ്രതിനിധികൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ അല്പസമയത്തിന് മുൻപ് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. വിൻസി അലോഷ്യസും ഒപ്പം ഈ സൂത്രവാക്യം സിനിമയുടെ IC കമ്മിറ്റി അംഗങ്ങളും പുറത്തേക്ക് ഇറങ്ങാറുണ്ട്. അപ്പോഴായിരിക്കും ഇതിന്റെ കൃത്യമായി എന്തായിരിക്കും നടപടി എന്ന തരത്തിലുള്ള കാര്യങ്ങൾ എന്തായാലും വിശദമാകുക. എന്തായാലും രണ്ടുപേരും ഇത് സംബന്ധിച്ച് മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഈ IC കമ്മിറ്റിയുടെ യോഗത്തിന് ശേഷമാണ് ഫിലിം ചേംബറും ഇതിലൊരു നടപടി എടുക്കുക എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഫിലിം ചേംബർ ഇന്ന് യോഗം ചേർന്നെങ്കിലും നടപടി സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനമെടുത്തിട്ടില്ല. അത് IC യോഗത്തിന് ശേഷം എന്തായിരിക്കും തീരുമാനം എന്നത് സംബന്ധിച്ച കാര്യങ്ങളായിരിക്കും പ്രധാനമായും അവരും തീരുമാനമെടുക്കുക. എന്തായാലും പ്രധാനമായും ഈ കൂടുതൽ നടപടിയിലേക്ക് കടക്കുമ്പോൾ എന്താണ് ഇതിൽ പ്രധാനമായും അറിയാനുള്ളത്? അതായത് ഇതിലൊരു കാര്യം അർച്ചന നോക്കുന്ന വിൻസി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, പരാതിയിൽ ഉറച്ചു നിൽക്കും. ഇനി പുതിയ പരാതി നിയമപരമായി കൊടുക്കാനില്ല, പക്ഷേ അന്വേഷണവുമായി സഹകരിക്കും, പരാതിയിൽ ഉറച്ചു നിൽക്കും എന്ന് വെച്ചാൽ ഈ ICയിൽ അവർ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിന്ന് മൊഴി കൊടുത്തിട്ടുണ്ടാകാം. അതേസമയം ഷൈൻ ടോം ചാക്കോയുടേതായി വന്ന് നേരത്തെ കണ്ടത്, അതായത് ഈ വിൻസി ഈഗോ കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്, ഇങ്ങനെയൊക്കെ പരാതി പറയുന്നത് എന്ന തരത്തിൽ അയാളുടേതായിട്ടുള്ളൊരു വെർഷൻ നേരത്തെ വരുന്നുണ്ടായിരുന്നു. നേരത്തെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ കണ്ടിരുന്നു. ഷൈനും ഇന്ന് ഈ ICക്ക് മുമ്പാകെ എത്തി മൊഴി കൊടുത്തു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ആദ്യഘട്ടത്തിൽ ഷൈൻ ടോം ചാക്കോ ഇത്തരത്തിൽ ICക്ക് മുന്നിൽ ഹാജരാകില്ല എന്ന മുൻവിധികളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ICക്ക് മുന്നിൽ ഷൈൻ ടോം ചാക്കോയും എത്തിയിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോയും തന്റെ മൊഴി എന്താണ് തനിക്ക് പറയാനുള്ളത് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ വിൻസി ഇതുമായി ബന്ധപ്പെട്ട്, അതായത് സംഘടനകൾക്ക് കൊടുത്ത പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്ന് ചോദ്യം ചെയ്യലാണ് ഷൈൻ ടോം ചാക്കോ ഇത്തരത്തിലെ കാര്യങ്ങൾ പറഞ്ഞത്. അതായത് ഈ വിൻസിയുടെ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയാണ്, തന്നെ വേട്ടയാടാൻ ശ്രമിക്കുകയാണ്, സിനിമയിൽ നിന്ന് ഇല്ലാതാക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് അന്ന് അദ്ദേഹം ഈ പോലീസിനോട് പറഞ്ഞത്. അതേസമയം തന്നെ എന്തായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഈ സിനിമാ സംഘടന, അതായത് സൂത്രവാക്യം സിനിമയുടെ ICയിൽ പറഞ്ഞത് എന്താണ് ഇനി പ്രധാനമായും അറിയേണ്ടത്. ഇത്തരത്തിൽ എന്തായിരിക്കും ഇനി നടപടികൾ എന്നത് കാര്യത്തിൽ ഈ IC അംഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ മാത്രമായിരിക്കും. അതുപോലെ ഇന്ന് മൊഴി കൊടുക്കാൻ മറ്റാരെങ്കിലും ഒക്കെ എത്തിയിരുന്നോ? ആ സിനിമയുമായി ബന്ധപ്പെട്ട സിനിമയിൽ പ്രവർത്തിച്ച ആളുകൾ മറ്റാരെങ്കിലും ഒക്കെ ഈ കമ്മിറ്റി വിളിപ്പിച്ചിരുന്നോ? നിലവിൽ ICയിലെ അംഗങ്ങളും ഒപ്പം ഷൈൻ ടോം ചാക്കോയും വിൻസിയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് എത്തിയത്. മാത്രമല്ല ഈ നേരത്തെ ഇത്തരത്തിൽ വിൻസി ഈ സിനിമ അണിയറ പ്രവർത്തകരോട് ഈ കാര്യം തുറന്നു, അതായത് തനിക്കിങ്ങനെ സെറ്റിൽ നിന്ന് മോശമായ അനുഭവം ഉണ്ടായിരുന്നു എന്ന് തുറന്നു പറഞ്ഞിരുന്നുവെന്ന് വ്യക്തമാക്കിയിരുന്നു. അതിന്റെ നിർമ്മാതാവും അത് വ്യക്തമാക്കുകയും ചെയ്തു. അതായത് വിൻസി ഈ അണിയറ പ്രവർത്തകരോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന കാര്യങ്ങൾ സംബന്ധിച്ച് വിൻസി ഇവരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സംവിധായകനൊന്നും അങ്ങനെ പബ്ലിക്കായി പിന്നെ സമ്മതിച്ചിട്ടില്ലല്ലോ. അത് സിനിമയുടെ സംവിധായകൻ പറഞ്ഞിട്ടുണ്ടോ അത് ഇങ്ങനെ അറിവുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? നിർമ്മാതാവ് നേരത്തെ അത് നിഷേധിച്ചെങ്കിലും നിർമ്മാതാവ് നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത്തരത്തിൽ വിൻസി അണിയറ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു എന്ന കാര്യം അവർ വ്യക്തമാക്കുന്നുണ്ട്. അത് സംബന്ധിച്ച കാര്യങ്ങളും ഇവർ വിശദീകരണം തേടിയിട്ടുണ്ട്. ആരോടൊക്കെയാണ് വിൻസി ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മോശമായ അനുഭവം നേരിട്ടത് ആരോടെങ്കിലും പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതുപോലെ വിൻസി തനിക്കും തന്റെ ഒരു സഹപ്രവർത്തകയ്ക്കുമാണ് ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടായതെന്നാണല്ലോ പറഞ്ഞത്. അവരെ വിളിപ്പിച്ചോ ഈ കമ്മിറ്റി? അറിയാമോ? നിലവിൽ അവരെ വിളിപ്പിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുമായി ഫോണിൽ ബന്ധപ്പെട്ട് വന്ന കാര്യങ്ങൾ എന്തായാലും ഇവർ പുറത്തിറങ്ങിയ ശേഷമായിരിക്കും എന്തായാലും വ്യക്തമാക്കുക. എന്തായാലും യോഗം അല്പസമയത്തിനുള്ളിൽ പൂർത്തിയായിട്ടുണ്ട്. അവർ ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങും. അതിനുശേഷമായിരിക്കും ഇക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തത വരിക. അർച്ചന, നമുക്കത് നോക്കാം. എനിക്ക് തോന്നുന്നു ഗുഡ് ഈവനിംഗ് കേരളത്തിനിടയിൽ തന്നെ അത് സംഭവിച്ചേക്കാം എന്ന് വിചാരിക്കുന്നു. യോഗം അവസാനിച്ചു എന്ന് അർച്ചന പറയുന്നു. ഇവരാരും വന്നില്ല. ആ യോഗത്തിലേക്ക് കയറിപ്പോകുന്ന ഷൈൻ ടോം ചാക്കോയാണ് കണ്ടത്. ഏതായാലും ഓട്ടവും ചാട്ടവും ഇല്ല കേട്ടോ. അതൊന്ന് നിന്ന മട്ടുണ്ട്. മറ്റത് ഓടിയും ചാടിയും മാത്രമേ ഷൈൻ ടോം ചാക്കോ മുന്നോട്ട് പോകാറുണ്ടായിരുന്നുള്ളൂ.